Hey guys, welcome back to our channel. മുത്തുമണല പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പരിപാടി വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു മുളഞ്ഞൂർക്കാവ് എന്നൊരു കാവിലാണ് ഇപ്പോൾ ഉള്ളത്. അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇത്രയും മനോഹരമായൊരു സ്ഥലം വേറെ എവിടെയുണ്ട്. നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടുനോക്കി. നമുക്ക് താഴോട്ട് പോവാം. നമുക്ക് താഴോട്ട് പോവാം. താഴെ ഒരു അടിപൊളി കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ കുളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അടിപൊളി ഒരു വീടൊക്കെ ഉണ്ട്. വരും ബൈ. നമുക്ക് പഴയ പണ്ടത്തെ മുകളിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സംഭവം നൈസാണ്. ഇവിടെ ഒരു പഴയൊരു വീടുണ്ട് കേട്ടോ. നമുക്ക് പഴയ വീട് പറഞ്ഞാൽ നല്ല കുറച്ച് പഴക്കമുള്ളൊരു വീടാണ്. ഇതെന്താണെന്ന് അറിയില്ല, അമ്പലത്തിന്റെ എന്തെങ്കിലും ആണോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ പോയോക്കാം. ആരും കാണാനൊന്നുമില്ല. പോയോക്കാം ബാ. Very much. ഇവിടെ മൊത്തം അപ്പുറത്തിപ്പുറത്തൊക്കെ വഴികളാട്ടോ. നമുക്ക് അവിടെയും വഴികൾ ഫുള്ള് ആൽമരം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഒരു പഴയ സെറ്റപ്പ് വീട്, പണ്ടത്തെ വീട് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വീടാണ്. നമുക്ക് കുളം കാണാം. അടിപൊളി ഒരു കുളമുണ്ട്, ഒരു കിണറ്. എന്താണെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ ഒരു വൈബുള്ളൊരു നമ്മൾ കോരുന്ന മറ്റേ സംഭവമൊക്കെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഒരു കിണർ. വലിയൊരു കിണറാണ്. സൈഡിൽ നിൽക്കണ്ട, പണിയിട്ട് ബാ നമുക്ക് കുളത്തിലോട്ട് ഇറങ്ങാം. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട്. നോക്ക്, ഈ ഫുഡ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകണത് ഈ വെള്ളം കുപ്പി നമ്മളെപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കാൻ അറിയില്ല വീട്ടുകാർക്ക്. ഒരുപാട് മീനുകളുണ്ട്. ഒരുപാട് മീനുകളുണ്ട് കുളത്തിൽ. വലിയൊരു കുളാട്ടോ. പ്രകൃതി രമണീയമായ സ്ഥലം. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഒരു ഏട്ടനോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു കുറച്ചു നേരം വീഡിയോ എടുത്തോ, ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുത്തോ, ഓവറായിട്ട് എടുക്കണ്ട എന്നാണ് ആള് പറഞ്ഞത്. നമുക്ക് എന്തായാലും മുകളിലോട്ട് തന്നെ പോവാം. അവിടെ എന്താ വൈബ് നോക്കാം. അമ്പലത്തിൻ്റെ ആ പരിസരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. എത്ര വർഷം പഴക്കമുള്ളൊരു മൂച്ചി. കുറേ വർഷം പഴക്കമുള്ളൊരു മൂച്ചി നോക്ക്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി കേട്ടോ. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി പറഞ്ഞാൽ നൊസ്റ്റാൾജി തന്നെ. ഇത്രയും വൈബ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ സെറ്റപ്പ് പരിപാടിയാണ്. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. പോസ് ചെയ്തോ. ഈ വഴി നോക്കി. ഇവിടെ അങ്ങനെയുള്ളൊരു ആംബിയൻസ് നോക്കി മക്കളെ. ഒരു പ്രത്യേകതരം ഭംഗി തന്നെ കേട്ടാ. അവിടെ നോക്കി നോക്കി കുറേ സ്റ്റെപ്പുകൾ. ഇവിടുത്തെ വേല എന്താണ്, മുളഞ്ഞൂർ കാവിലെ വേല. വേല എന്താണെന്ന് എനിക്കറിയില്ല. അടിപൊളി വേല ഉണ്ടാവും ഇവിടെ. സെറ്റപ്പ് പരിപാടി ആയിരിക്കും. ഒരുപാട് പരിപാടി കാരണം ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമാണ് ഇവിടെ. അപ്പം എന്തായാലും മക്കളെ നമുക്ക് അതാണ് അമ്പലം വരുന്നത്. നമുക്ക് എന്തായാലും മുകളിലെത്തിയിട്ട് മുകളിലത്തെ വിശേഷം കാണാം. ഇവിടെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഒരുപാട് വഴികൾ പറഞ്ഞാൽ ഒരുപാട് വഴികളുണ്ട്. അങ്ങോട്ടൊരു വഴി, ഇങ്ങോട്ടൊരു വഴി, ബാക്കോട്ടൊരു വഴി, ഇഷ്ടം പോലെ വഴികളാണ്. എവിടെയാണ് വേലയ്ക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗത്തേക്ക് എത്താം. അവിടേക്ക് ഒന്ന് പോയി വെക്കാം ബാ. വീണ്ടും വഴികൾ. അവിടെയും വഴി, ഇവിടെയും വഴി. ഇത് എവിടേക്കുള്ള വഴികളാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പാടുമെന്നും എനിക്കറിയില്ല. ഇവിടെ നോ വീഡിയോ അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്കറിയില്ല വല്ല തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് കുറച്ച് ദൂരം പോയി നോക്കാം, സഞ്ചരിച്ച് നോക്കാം. വേഗം ഫുള്ള് പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ. ആ സൈഡും ഈ സൈഡൊക്കെ ഫുള്ള് കാട്. അതിൻ്റെ നടുവിലാണ് ഈ ഒരു അമ്പലം വന്നിരിക്കുന്നത്. അടിപൊളി സ്ഥലം പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മുടെ നാട് ഇവിടെ തന്നെയാണ്.
നമ്മുടെ നാട് ഇവിടെ തന്നെയാണ്. എൻ്റെ വീട് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. പക്ഷേ ഇത് മുളഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കി, ഫുള്ളൊരു ഏകാന്ത മൂഡ്. വൈബ് പറഞ്ഞതാണ് മക്കളെ, വൈബ്. നീ താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. പിന്നെ എൻ്റെ ചാനലിൽ ഇനി ഇങ്ങനത്തെ വീഡിയോസാണ് വരിക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇനി റിയാക്ഷൻ വ്ളോഗ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നെ ആരും ഒന്നും പറയാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട് ആരും ഒന്നും പറയാൻ നിൽക്കരുത്. ഞാൻ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഇങ്ങോട്ട് മുന്നോട്ടുള്ള വരിക. അതുപോലെ ഫാമിലി കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരിക. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം. ഇത് അങ്ങോട്ട് കുറേ വഴികളുണ്ട് ഗൈസ്. അതുപോലെ ആ സൈഡും കുറേ വഴികളുണ്ട്. എനിക്കറിയില്ല ഇത് എവിടേക്ക് എത്തും, എങ്ങനെ എത്തും എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകും. അവിടെ ഒരു അടിപൊളി ഒരു സ്ഥലമുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ തിരികണം ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അപ്പുറത്ത് വേറൊരു അടിപൊളി സ്ഥലമുണ്ട്, അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇപ്പുറത്തോട്ട് വന്നു. ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാട്ടോ. എന്താ വെച്ചാൽ ഇരിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറഞ്ഞ് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ അടിപൊളി പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് എനിക്കറിയില്ല മക്കളെ. ഇതെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് വ്ളോഗ് ഇടണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വ്ളോഗും കാര്യങ്ങളും ഇടുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അത് എവിടേക്കാണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം. ഞാൻ വണ്ടിയിൽ ചാവി നോക്കിയിട്ട് ഇങ്ങോട്ടൊരു സ്പോട്ട് ഉണ്ട്. അത് എങ്ങോട്ടാണെന്ന് എനിക്കറിയുന്നില്ല. ഇങ്ങനെ അടിപൊളി വഴി പറഞ്ഞാൽ ഒരു മണ്ണിട്ട റോഡാണ്. ഫുള്ള് വൈബ്, ഒരു പ്രത്യേകതരം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം. പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ കാണാൻ തെറ്റാട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് ഇവിടെ കുറേ ബാനർ കാര്യങ്ങളൊക്കെ, പാർട്ടി പരിപാടിയുടെ ബാനർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബാനറുണ്ട് ഇവിടെ. എന്തായാലും ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എന്നുവെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഫോറസ്റ്റിനുള്ളിൽ കയറിയ പോലെ. അതാ സ്മൈല് പോണു, സ്മൈല് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടെ. ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അത്രയും അടിപൊളി ഒരു സ്പോട്ടാണിത്. സ്പോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ വേറെ അമ്പലത്തിനവിടേക്ക് തന്നെ കിടക്കാൻ പിന്നെ കുറച്ച് വഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അപ്പുറത്ത് കൂടെ പോയാലും അമ്പലത്തിനവിടേക്ക് കിടക്കാം. അങ്ങനെയുള്ളൊരു വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ കാലമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, കുറേ കാലം പറഞ്ഞാൽ കുറേ കാലമായി ഞാൻ അങ്ങനെ ഈ ഭാഗത്തിലോട്ടൊന്നും വരലില്ല. എനിക്കറിയില്ല സംഭവം. പിന്നെ വേലയ്ക്ക് പിള്ളേരുടെ കൂടെ ഫ്രണ്ട്സായിട്ട് വരുന്ന ഒരു ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വൈസ്. അതിന് പാർട്ടിൻ്റെ പരിപാടിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് അതിന് പോകുന്നുണ്ട് വൈസ്. ഞാൻ കാണിച്ചു തരാം, അത് കാണിച്ചു കൊടുക്കും വൈസ്. അതിന് പാർട്ടി പരിപാടിൻ്റെ സംഭവങ്ങൾ പാർട്ടി പരിപാടിൻ്റെ റാലി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരതിന് പോകുന്നുണ്ട്. നമ്മുടെ രീതിയിലായിട്ട് നമ്മളിവിടെ വ്ളോഗും കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മുളഞ്ഞൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് റാലി ഇതിനാണ് വരുന്നത്. അത് കാണിച്ചു കൊടുക്കും. റാലി വരുന്നുണ്ട്. സൈഡിലോട്ട് അവർ നമുക്ക് രണ്ട് തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ കൂടെ ഉള്ളതാണ് രണ്ട് തൊപ്പിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ BJP സ്ഥാനാർത്ഥിയാണ്. അവർ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അവർ കാൽനട പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് തൊപ്പിയാണ് ഗൈസ്. അടിപൊളി രണ്ട് തൊപ്പിയാണ് തന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളിനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളായിട്ട് കാണാം ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളായിട്ട് കാണാം ഗൈസ്. ബൈ ബൈ ഗൈസ്. തിരിച്ചു വരുമ്പോൾ ഗൈസ് അത് നോക്ക് എൻ്റെ മക്കളെ, ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീലുണ്ട് കേട്ടോ. ഈ ഒരു കാവും കാര്യങ്ങളും പരിസരവും. പക്ഷെ ഇവിടെ ഫുള്ളിപ്പോൾ ചപ്പൽ കാര്യങ്ങളൊക്കെ വീണ് അതിൻ്റേതായ ഒരു ഇത് പോരായ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇനി ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്
ഞങ്ങളിഞ്ഞ് വേറൊരു സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ വൈബ് എന്താണെന്ന് എനിക്കറിയില്ല. കുറേ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവാണ്. അവിടെ എത്തിയിട്ട് ഞാനുണ്ട്, എൻ്റെ ഒരു അനിയനും ഉണ്ട് കേട്ടോ കൂടെ. ഇതാ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളായിട്ട് കാണാം ഗൈസ്. അവിടെ എത്തുന്നവരെ ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മുടെ വീട്ടിനടുത്ത് വീട്ടിൻ്റെ അവിടെ അല്ല, കൊട്ടക്കുന്ന് ഭാഗത്തുള്ളൊരു പാലത്തിൻ്റെ മുകളിലാണ്. തോട്ടുപാലത്തിൻ്റെ നേരെ മുകളിലാണ് നിൽക്കുക ഗൈസ്. ഒരുപാട് കാഴ്ചകളുണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളൊന്ന് വൈകുന്നേരം ടൈമിലൊക്കെ ഒന്ന് ജസ്റ്റ് വണ്ടിയൊക്കെ എടുത്തൊന്ന് നമ്മുടെ ആ ഭാഗത്തുകൂടെ ഒന്ന് കറങ്ങിയാൽ തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഗൈസ് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ പരിപാടി തുടങ്ങാനുള്ളൊരു ചെറിയ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആൾക്കാർക്ക് ജോബ് വേക്കൻസി കാര്യങ്ങൾ കിട്ടും. ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ വേക്കൻസി കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സെറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ അത് അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ നാട്ടിലുള്ള കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ വെറുതെ ക്ലാസ് കഴിഞ്ഞ കുട്ടികളും ക്ലാസ് ഇല്ലാത്ത ടൈമിലും വർക്ക് ചെയ്യാൻ പറ്റിയ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.